ഫേസ്ബുക്ക് വഴി വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിക്കുന്ന സംഘങ്ങളിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും രക്ഷയില്ല. തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം സുരേന്ദ്രന്റെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി പണം തട്ടാൻ ശ്രമിച്ചത് 5 തവണ. ഇയാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തി തുറന്ന അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 32 പവൻ സ്വർണം കവർന്നു. വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ. കാട്ടകമാലിൽ ചുഴലിക്കാറ്റിലും മഴയിലും വൻ നാശം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. 15ഓളം വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന, തിരുകർമ്മങ്ങളിലും കുരുത്തോല പ്രദക്ഷിണവും ഉണ്ടായി. നാളെ വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം നാളെ പുലർച്ചെ 2:45-ന്. വലിയ ടോൾ പ്ലാസയിൽ ലോറി ഉടമകളുടെ പ്രതിഷേധം. ടോൾ ബൂത്ത് തുറന്ന വാഹനങ്ങൾ കടത്തിവിട്ടു. ടോൾ പ്ലാസയിൽ കാർ നിർത്തിയിട്ട് സംഘർഷമുണ്ടാക്കിയവർക്കെതിരെ കേസെടുത്തു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഫേസ്ബുക്ക് വഴി വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിക്കുന്ന സംഘങ്ങളിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും രക്ഷയില്ല. തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം സുരേന്ദ്രന്റെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി സംഘം പണം തട്ടാൻ ശ്രമിച്ചത് 5 തവണ. കോഴിക്കോട് ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്യുന്ന സമയം മുതൽ സൈബർ തട്ടിപ്പുകാർ വിടാതെ പിന്തുടരുന്നുണ്ട് ഇദ്ദേഹത്തെ. 2 വർഷത്തിനുള്ളിൽ 5 തവണയാണ് സുരേന്ദ്രന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കിയത്. തൃശൂർ ക്രൈംബ്രാഞ്ചിലെ ഡിവൈഎസ്പിയാണ് സുരേന്ദ്രൻ. ഇപ്പോൾ പണമാവശ്യപ്പെട്ട് സുരേന്ദ്രന്റെ പേരിൽ പല സുഹൃത്തുക്കൾക്കും സന്ദേശങ്ങൾ എത്തുന്നത് വീണ്ടും പതിവായ സാഹചര്യത്തിൽ ഇതിന്റെ ഉറവിടം അന്വേഷിച്ചിറങ്ങുകയാണ് സുരേന്ദ്രൻ. മുൻപൊക്കെ തന്റെ പേരിൽ വ്യാജ പ്രൊഫൈൽ വരുമ്പോൾ ഫേസ്ബുക്കിലൂടെ തന്നെ സുഹൃത്തുക്കളെ സുരേന്ദ്രൻ ഇക്കാര്യം അറിയിക്കും. അതിനാൽ തുടർ നടപടികളിലേക്ക് പോയിരുന്നില്ല. എന്നാൽ ഇവർ ഇപ്പോഴും വിടാതെ പിന്തുടരുന്നതാണ് സുരേന്ദ്രന് നിയമ നടപടിയിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. സുരേന്ദ്രൻ മങ്ങാട്ട് എന്ന വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയ ശേഷം സുരേന്ദ്രനുമായി നേരിട്ട് വലിയ അടുപ്പമില്ലാത്ത ആളുകളുടെ മെസ്സഞ്ചറിലേക്കാണ് വ്യാജന്മാർ സന്ദേശം അയക്കുന്നത്. CRPFൽ ജോലി ചെയ്യുന്ന തന്റെ സുഹൃത്ത് സന്തോഷ് കുമാർ സ്ഥലം മാറിപ്പോകുന്നതിനാൽ അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഫർണിച്ചറുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്നും പറ്റുമെങ്കിൽ അത് എടുത്ത് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പറഞ്ഞാണ് സന്ദേശങ്ങൾ. ഇതിന് മറുപടി നൽകിയാൽ സന്തോഷ് ജി എന്ന് പറഞ്ഞ ഒരാൾ ഹിന്ദിയിൽ ഇവരെ വിളിക്കും. തുടർന്നാണ് ഇതിനുവേണ്ട അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. 5000 മുതൽ 10000 രൂപ വരെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പന്തികേട് തോന്നിയതോടെയാണ് പലരും ഡിവൈഎസ്പി സുരേന്ദ്രനെ വിളിച്ച് ഇക്കാര്യം അന്വേഷിക്കുന്നത്. അതോടെ കള്ളി വെളിച്ചത്താവുകയും ചെയ്യും. ചിലരോട് വായ്പ ചോദിക്കുന്നത് പോലെ 12000 രൂപ ചോദിച്ച സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഒരു സുഹൃത്ത് ഇപ്രകാരം 40000 രൂപ അയച്ചു കൊടുക്കുകയും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ ശേഷം പോലീസിൽ പരാതിപ്പെട്ട് ഈ പണം വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഘം വീണ്ടും വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി ആളുകളുടെ അടുത്ത് പണം ആവശ്യപ്പെട്ട് തുടങ്ങിയതോടെയാണ് സുരേന്ദ്രന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടത്. മെസ്സഞ്ചർ വഴിയാണ് ഈ വ്യാജ അക്കൗണ്ട് ഹോൾഡർ ബന്ധപ്പെടുന്നത്. ഒന്നുകിൽ എൻ്റെ സുഹൃത്ത് ഒരു CRPF ഉദ്യോഗസ്ഥനുണ്ടെന്നും ഫർണിച്ചറുകൾ വിൽക്കാനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വ്യാജ CRPF ഉദ്യോഗസ്ഥൻ ഈ എൻ്റെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഇതിലൂടെ ബന്ധപ്പെടുന്ന ആളുകളെ ഫർണിച്ചറുകൾ വാങ്ങിക്കാൻ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പൈസ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റൊരു രീതിയിൽ നേരിട്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് GPay വഴി പൈസ ചോദിക്കും. അതെല്ലാം പൈസകളെല്ലാം തന്നെ വലിയ എമൗണ്ടുകളല്ല, ഒരു അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ടുകളായിരിക്കും. സുരേന്ദ്രന്റെ ഭാര്യയുടെ പേരിലും വ്യാജ പ്രൊഫൈലുകളുണ്ട്. ഇത്തരം പ്രവൃത്തികൾക്ക് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്നാണ് സംശയിക്കുന്നത്. തന്റെ പേരിൽ പണം തട്ടാനുള്ള സംഘത്തിന്റെ ശ്രമത്തിനെതിരെ സൈബർ സെല്ലിൽ പരാതി നൽകി പ്രതികളെ പിടികൂടാനാണ് ഡിവൈഎസ്പിയുടെ നീക്കം. TCV ന്യൂസ്, തൃശൂർ. എയാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തി തുറന്ന് 32 പവൻ സ്വർണം കവർന്നു. എയാൽ ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അംജത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പാലക്കാട് കഞ്ചിക്കോടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായ അംജദ് ജോലി സ്ഥലത്താണ് താമസിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഫാദിയ, മാതാവ് നഫീസ എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച ബന്ധുവീടുകളിലേക്ക് പോയതായിരുന്നു. ശനിയാഴ്ച രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത്. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് കിടപ്പുമുറിയുടെ ലോക്ക് തുറന്നാണ് അകത്ത് പ്രവേശിച്ച് അലമാര കുത്തി തുറന്ന് അകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. അലമാരയ്ക്ക് അകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വലിച്ചിട്ട നിലയിലാണുള്ളത്. കുന്നംകുളം ACP CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ KS അശ്വിനി, SI KV ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡ് വീട്ടിലെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരായ KP ബാലകൃഷ്ണൻ, M അതുല്യ എന്നിവരുടെ നേതൃത്വത്തിൽ തെളിവുകൾ ശേഖരിച്ചു.
കാട്ടകാമ്പാലയിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ചുഴലിക്കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. 15ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നിരവധി മരങ്ങൾ കടപുഴകി വീണു. നിരവധി വൈദ്യുതി തൂണുകൾ നിലംപതിച്ചു. മേഖലയിൽ വൈദ്യുതി വിതരണവും ഗതാഗതവും മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. രാമപുരം, ആനപ്പറമ്പ്, പെങ്ങാമുക്ക്, ചുരക്കൽ മിച്ചഭൂമി, പാട്ടുമുറി, സ്ട്രായൽ പ്രദേശങ്ങളിലാണ് ചുഴലിക്കാറ്റ് നാശം വരുത്തിയത്. 60ഓളം വൈദ്യുതി തൂണുകളാണ് തകർന്നത്. ചിറക്കൽ സെന്ററിലെ ട്രാൻസ്ഫോർമറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. AC മൊയ്തീൻ MLA, SC/ST കമ്മീഷൻ അംഗം TK വാസു തുടങ്ങിയവർ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ദുരന്തബാധിതർക്ക് അടിയന്തര സഹായം അനുവദിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയോടും ജില്ലാ കളക്ടറോടും ആവശ്യപ്പെട്ടതായി AC മൊയ്തീൻ MLA പറഞ്ഞു. ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. ഓശാന ഞായർ ആചരണത്തോടെ വിശ്വാസികൾ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ തിരുകർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. യേശുക്രിസ്തു കഴുതപ്പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചത്. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുലമാതാ ബസിലിക്കയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി ഞെലങ്കാവിലും, തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ഔഗിൻ കുര്യാക്കോസും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും, കോട്ടപ്പുറം സെന്റ് മൈക്കൽ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓശാന തിരുനാൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ ലത്തീൻ പള്ളിയിൽ നടന്ന ഓശാന തിരുനാൾ കർമ്മങ്ങളിലാണ് സുരേഷ് ഗോപി പങ്കെടുത്തത്. കുരുത്തോല പ്രദക്ഷിണത്തിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും പങ്കെടുത്തതിനു ശേഷമാണ് മന്ത്രി മടങ്ങിയത്. വിഷു ആഘോഷത്തിനൊരുങ്ങി മലയാളികൾ. വിഷുത്തലേന്ന് രാവിലെ മുതൽ നാട് നഗര വ്യത്യാസമില്ലാതെ വിപണികൾ സജീവമായിരുന്നു. വിഷുക്കണിയിലെ പ്രധാന ഇനമായ കണിക്കൊന്നപ്പൂക്കൾ വീഥികൾ തോറും വിൽപ്പനയ്ക്കായി നിറഞ്ഞു കവിഞ്ഞിരുന്നു. കണിത്താലത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത കൊന്നപ്പൂക്കൾ ചോദിക്കുന്ന വില നൽകി വാങ്ങാൻ ആളുള്ളതിനാൽ വിൽപ്പനക്കാരും കൂടുതലായിരുന്നു. പടക്കങ്ങൾ വാങ്ങാനും കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പ് തുടങ്ങിയ പുതുപുത്തൻ ശബ്ദവർണ്ണ വിസ്മയങ്ങൾക്കായി ആവശ്യക്കാർ ഒഴുകിയെത്തി. വിഷുവിനായി പ്രത്യേക വിൽപ്പനാ കേന്ദ്രങ്ങളും സജീവമായിരുന്നു. സദ്യവട്ടങ്ങൾക്കായി പച്ചക്കറി ചന്തകളിലും തിരക്കായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനവും വിഷുവിളക്കും നാളെ നടക്കും. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ് വിഷുക്കണി ദർശനം. മേൽശാന്തി കാവപ്പറമാറത്ത് അച്യുത നമ്പൂതിരി പുലർച്ചെ 2-ന് മുറിയിൽ കണി കണ്ടതിന് ശേഷം തീർത്ഥക്കുളത്തിൽ കുളിച്ചെത്തി ശ്രീലകവാതിൽ തുറന്ന് ഗുരുവായൂരപ്പന് കണി കാണിക്കും. തുടർന്നാണ് ഭക്തർക്ക് വിഷുക്കണി ദർശനം. ഇന്ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം കീഴ്ശാന്തി നമ്പൂതിരിമാർ ചേർന്ന് ക്ഷേത്ര മുഖമണ്ഡപത്തിൽ കണിയൊരുക്കും. ഓട്ടുരുളിയിൽ ഉണക്കലരി, പുതുവസ്ത്രം, ഗ്രന്ഥം, സ്വർണം, വാൽക്കണ്ണാടി, കണിക്കുന്ന വെള്ളരി, ചക്ക, മാങ്ങ, പഴങ്ങൾ, നാളികേരം എന്നിവയാണ് കണിക്കോപ്പുകൾ. നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കും. പുലർച്ചെ 2:15-ന് മുഖമണ്ഡപത്തിലെ വിളക്കുകൾ തെളിയിക്കും. നാളികേരമുറിയിൽ നെയ്വിളക്ക് തെളിയിച്ചതിന് ശേഷം മേൽശാന്തി ഗുരുവായൂരപ്പനെ കണി കാണിക്കും. തുടർന്ന് ഗുരുവായൂരപ്പന്റെ തങ്കത്തടമ്പ്, സ്വർണ്ണ സിംഹാസനത്തിൽ ആലവട്ടം, വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ചു വയ്ക്കും. സിംഹാസനത്തിന് താഴെയായി ഓട്ടുരുളിയിൽ ഒരുക്കിയ കണിക്കോപ്പുകളും വയ്ക്കും. തുടർന്നാണ് ഭക്തർക്ക് കണി ദർശനം. വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കണ്ട് അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് ഗുരുവായൂരിലെത്തുക. അതിരപ്പള്ളിയിലെ അടിച്ചിൽത്തൊടി വീരാങ്കുടി ഉന്നതി നിവാസികൾക്ക് ഈ വിഷുവിന് ഇരട്ടി മധുരം. അടിച്ചിൽത്തൊട്ടിയിൽ വിഷു കൈനീട്ടമായി 18 കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തി. വീരാങ്കുടിയിലെ അരക്കോപ്പിലേക്കും 31 കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചു. സർവേ പൂർത്തിയായി. മെയ് ആദ്യവാരം വനാവകാശ രേഖ അനുവദിച്ചിട്ടുണ്ട്. 103 ഏക്കർ ഭൂമി കൈമാറും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിലുള്ള സംഘം അടിച്ചിൽത്തൊട്ടി ഉന്നതിയിൽ നേരിട്ടെത്തി വിവിധ വികസന പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തി. പ്രദേശത്തെ BSNL ടവറിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ജനങ്ങൾ പരാതി ഉന്നയിച്ചു. മെയ് 1-ന് മുൻപ് ടവർ പ്രവർത്തനക്ഷമമാകുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. 95 കുടുംബങ്ങളാണ് അടിച്ചിൽത്തൊട്ടി ഉന്നതിയിൽ കഴിയുന്നത്. ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലെത്തിയ സന്തോഷ സൂചകമായി പരമ്പരാഗതമായി നിർമ്മിച്ച കണ്ണാടിപ്പായ, മുറം, തേൻ എന്നിവ സമ്മാനമായി കളക്ടർക്കും സംഘത്തിനും അവർ നൽകി. പാലേക്കര ടോൾ പ്ലാസയിൽ കാർ നിർത്തിയിട്ട് സംഘർഷമുണ്ടാക്കിയ യാത്രികരുടെ പേരിൽ കേസെടുത്തു. ടോൾ പ്ലാസയിലെത്തിയ കാർ ടോൾ ബൂത്ത് കടന്നതിന് ശേഷം ട്രാക്കിൽ നിർത്തിയിട്ട് ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു. കാർ യാത്രക്കാർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ടോൾ പ്ലാസയിലെ ട്രാക്കുകളിൽ കാർ മാറ്റിയിട്ട് ഇവർ പ്രശ്നമുണ്ടാക്കുന്നത് തുടർന്ന് ചോദ്യം ചെയ്യാൻ ശ്രമിച്ച ജീവനക്കാരെ കാറിന്റെ ജാക്കി ലിവർ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതായും പോലീസ് പറഞ്ഞു. ഇതിനിടെ ടോൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയതോടെ ഇവർ കാറുമായി കടന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം
ടോൾ പ്ലാസ അധികൃതർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. ഇതിനെ തുടർന്ന് വാഹന നമ്പർ ഉപയോഗിച്ച് ഉടമയുമായി ബന്ധപ്പെടുകയും ഞായറാഴ്ച സ്റ്റേഷനിൽ ഹാജരാകുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കാർ യാത്രികർ സ്റ്റേഷനിൽ ഹാജരാകാതെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. വരേക്ക ടോൾ പ്ലാസയിൽ ലോറി ഉടമകളുടെ പ്രതിഷേധം ടോൾ ബൂത്ത് തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. വലിയക്കരയിലെ ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ദേശീയപാതയിൽ പ്രതിഷേധവുമായി എത്തിയ ലോറി ഉടമകൾ ടോൾ ബൂത്തുകളിൽ കയറി ബാരിക്കേഡുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിടുകയായിരുന്നു. വിഷു അവധിയെ തുടർന്ന് ടോൾ പ്ലാസയിൽ വലിയ വാഹനത്തിരക്കുള്ള സമയമായിരുന്നു ഇത്. ടോൾ പ്ലാസ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ ടോൾ ബൂത്തുകളിൽ നിന്ന് നീക്കുകയും രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ ജോലി വാഗ്ദാനം ചെയ്ത് 19 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. ശ്രീനാരായണപുരം പള്ളിനട സ്വദേശി കറുകപ്പാടത്ത് മുഹമ്മദ് ഇബ്രാഹിമിന്റെ പരാതിയെ തുടർന്നാണ് മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പുരിവസാർ കാട്ടുപറമ്പിൽ ഷാനീറിനെതിരെ മതിലകം പോലീസ് കേസെടുത്തത്. മുഹമ്മദ് ഇബ്രാഹിമിന്റെ മകന് KTDCയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഷാനീർ 19 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. വാങ്ങിയ പണം തിരികെ നൽകാതിരിക്കാൻ പരാതിക്കാരന്റെ മകനെ മയക്കുമരുന്ന് കേസിൽ പെടുത്താൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. അതിജീവനത്തിനായി രാസമരം നടത്തി വരവൂർ തളി ഗ്രാമവാസികൾ. തങ്ങളുടെ ജീവിതം ദുരിതമാക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിനെതിരെ രാത്രിയിൽ നടത്തിയ പ്രക്ഷോഭത്തിൽ ഗ്രാമം ഒന്നായി അണിചേർന്നു. വരവൂർ പഞ്ചായത്തിന്റെ സമരചരിത്രത്തിൽ ഇടം പിടിക്കാവുന്ന പ്രക്ഷോഭമാണ് ശനിയാഴ്ച രാത്രിയിൽ തളി നടുവട്ടത്ത് നടന്നത്. അറവ് അവശിഷ്ട സംഭരണ പ്ലാന്റിനെതിരെ നടത്തിയ സമരത്തിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ 1000-ഓളം പേർ പങ്കെടുത്തു. കോഴി അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള അറവ് മാലിന്യങ്ങൾ സംഭരിച്ച് പൊടിച്ച് പൗഡറാക്കുന്ന വലിയ പ്ലാന്റാണ് തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പരാതികളും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളും നടക്കുന്നതിനിടയിലാണ് ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിനെ വരവൂർ പഞ്ചായത്ത് പ്രവർത്തനാനുമതി നൽകിയത്. പ്രദേശത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി തടിച്ചുകൂടി. ഇതിനിടയിൽ സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസ് ലാത്തിചാർജ് നടത്തുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 12 വയസ്സുള്ള പെൺകുട്ടിക്കും ലാത്തിയടിയിൽ പരിക്കുപറ്റിയിട്ടുണ്ട്. കൂടാതെ 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. പ്ലാന്റിലെ ജീവനക്കാരെ കൊണ്ടുപോകുകയായിരുന്ന പോലീസ് വാഹനം തടഞ്ഞുവെന്ന് ആരോപിച്ചാണ് ലാത്തിചാർജ് നടത്തിയത്. എന്നാൽ ഇൻസ്പെക്ടറോട് പരാതി പറയുവാൻ പോലീസ് വാഹനത്തിനടുത്തു ചെന്ന വീട്ടമ്മമാരെ പ്രകോപിതരായ പോലീസ് മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അകാരണമായ പോലീസ് നടപടിക്കെതിരെയും ദുർഗന്ധം വമിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം തടയണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ശനിയാഴ്ച രാത്രിയിൽ വൻ പ്രതിഷേധം നടന്നത്. ഇവിടെ ഈ മാലിന്യ പ്ലാന്റിന് ഈ മാലിന്യം വന്ന വർഷം ഞാൻ പഞ്ചായത്തിലേക്ക് വിളിച്ചറിയിച്ചു. അതിന്റെ വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. അവരാരും അന്വേഷിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കുന്നോട് പറഞ്ഞിട്ട് കൂടി അവരാരും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ പേരില് എനിക്ക് ശക്തമായിട്ട് പറയാനുള്ളത്, മരിക്കുന്നത് വരെ ഞാൻ ഈ എന്റെ മക്കൾക്കും വരും തലമുറയ്ക്കും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ പ്ലാന്റിന് പ്രവർത്തിക്കുവാൻ ലൈസൻസ് നൽകിയ വരവൂർ പഞ്ചായത്തിനെതിരെയും പ്രതിഷേധമുയർന്നു. ഇന്നത്തെ ഈ ഭരണാധികാരികളോട് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ വരാൻ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. കാറ്റിന് ബഹുമാനിച്ചുകൊണ്ട് ഇന്നലത്തെ ഇവിടുത്തെ ഒരു പരിപാടി എന്തായാലും അത് പോലീസിന്റെ അധികാരത്തിൽ പെടുന്ന ഒരു പരിധിയല്ല. എന്തായാലും അത് പോലീസ് നീതി പാലിക്കേണ്ടി. സമരത്തെ നേരിടാൻ വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നെങ്കിലും സമരം സമാധാനപരമായി അവസാനിപ്പിച്ചു. അതേസമയം ശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് തീരുമാനമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ആക്ഷൻ കൗൺസിൽ നേതാക്കളായ CU അബൂബക്കർ, പരീദ്, KS മുഹമ്മദ്, വിപിൻ കൂടിയടത്ത്, സുഭാഷ്, KM ഹനീഫ, ഫാസിൽ, അനിത, ഫാത്തിമ, കോച്ചിയമ്മ, അസ്ഹർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. മാളയിൽ കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് KSU നേതാക്കളെ പോലീസ് രക്ഷപ്പെടുത്തിയെന്ന ആരോപണത്തിൽ സസ്പെൻഷനിലായിരുന്ന CI വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. ചേർപ്പ് SHO ആയിരുന്ന KO പ്രദീപാണ് തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ശനിയാഴ്ച ജോലിയിൽ പ്രവേശിച്ചത്. അതേസമയം പോസ്റ്റിംഗ് നൽകിയിട്ടില്ല. വിഷു അവധിക്ക് ശേഷം പോസ്റ്റിംഗ് നൽകുമെന്നാണ് അറിയുന്നത്. പോലീസ് വാഹനത്തിൽ സംഭവസ്ഥലത്ത് നിന്ന് കൊണ്ടുപോയ KSUകാരെ സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് പകരം രക്ഷപ്പെടാൻ സഹായിച്ചുവെന്നാണ് DYFIയും
SFIയും ആരോപണം ഉന്നയിച്ചിരുന്നത്. KO പ്രദീപിനെതിരെ ഉണ്ടായ നടപടി പോലീസ് സേനയ്ക്കുള്ളിൽ അഭിപ്രായ ഭിന്നതയുണ്ടാക്കിയിരുന്നു. അചഞ്ചലമായ വിശ്വാസം വിളിച്ചൂതി കനകവല മഹാതീർത്ഥാടനത്തിൽ പങ്കുചേർന്ന് അനേകർ കുരിശുമല ചവിട്ടി. 86ാമത് കനകവല നോമ്പുകാല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് നടന്ന മഹാതീർത്ഥാടനം ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ മോൺസിഞ്ഞൂർ വിൽസൺ ഈരത്തറ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് മാളിയേക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, കനകമല തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, PRO ഷോജൻ ടി വിധേയത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുരിശുമുടിയിലേക്ക് നടന്ന പ്രാർത്ഥനാ യാത്രയ്ക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പ്രാർത്ഥനായാത്രയിൽ അണിനിരന്നു. കുരിശുമുടി തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ദിവ്യബലിക്ക് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികനായി. അടിവാരം പള്ളിയിലെ ദിവ്യബലിക്ക് മോൺസിഞ്ഞോർ ബിൽസൺ ഈരത്തറ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോയി കളത്തിങ്കൽ, കൺവീനർമാർ, യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവർ നേതൃത്വം നൽകി. തൃക്കൂർ മണലിപ്പുഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കൂർ കോനിക്കര സ്വദേശി തെക്കുംപിടിക വീട്ടിൽ 64 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. തൃക്കൂർ പാലത്തിന് താഴെയുള്ള കടവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ മീൻ പിടിക്കാൻ എത്തിയവരാണ് മൃതദേഹം കണ്ടത്. പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ഓർമ്മക്കുറവുള്ള ജോർജ് പുഴയിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ലഭിക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്ക് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു. നമോ ഭവനിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ പ്രസിഡന്റ് KK അനീഷ് കുമാർ, KV ശ്രീധരൻ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, സുജയ് സേനൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കണിവെല്ലരിയും വിഷുക്കൈനീട്ടവും മന്ത്രി നൽകി. പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനുള്ള അരി കൌൺസിലർമാർ ഏറ്റുവാങ്ങി. കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമന്റെ ഭാര്യയുടെ സ്മരണാർത്ഥം രൂപീകരിച്ച ജാനകി പട്ടാഭിരാമൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആരോഗ്യ പരിശോധനാ കേന്ദ്രം ആരംഭിച്ചു. പൂങ്കുന്നം പുഷ്പഗിരിയിൽ ആരംഭിച്ച സൗജന്യ ആരോഗ്യ പരിശോധനാ കേന്ദ്രം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. P ബാലചന്ദ്രൻ MLA, ജാനകി പട്ടാഭിരാമൻ സ്മൃതി ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി TS പട്ടാഭിരാമൻ, കല്യാൺ ജുവലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS കല്യാൺ രാമൻ, മഹേഷ് പട്ടാഭിരാമൻ, പ്രകാശ് പട്ടാഭിരാമൻ, കൌൺസിലർമാരായ AK സുരേഷ്, ഡോക്ടർ V ആതിര, പരിശോധനാ കേന്ദ്രത്തിന്റെ ചുമതലക്കാരൻ ഡോക്ടർ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കല്യാൺ ഗ്രൂപ്പ് സാരഥി TK സീതാരാമയ്യരുടെയും നാരായണി അമ്മാളുടെയും സ്മരണയ്ക്കായി പുഷ്പഗിരിയിൽ നിർമ്മിച്ച കെട്ടിടത്തിലാണ് പ്രാരംഭഘട്ടത്തിൽ ആരോഗ്യ പരിശോധനാ കേന്ദ്രം പ്രവർത്തിക്കുക. സൗജന്യ ചികിത്സയ്ക്ക് പുറമെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്യും. പങ്കെടുക്കുന്നവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇന്ന് എനിക്ക് ബഹുമാനപ്പെട്ട അധ്യക്ഷനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അധ്യക്ഷൻ പറഞ്ഞതുപോലെ പട്ടാഭിരാമൻ സ്വാമി കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് വലിയ സ്ഥാനം. വിഷു വിശേഷങ്ങളുമായി ഇനി കണികാടും നേരം. വിഷു എന്നാൽ മലയാളിക്ക് കണി കാണൽ കൂടിയാണ്. അതിനാൽ വിഷുനാളിലെ പ്രധാന ചടങ്ങായ വിഷുക്കണി ഒരുക്കുന്നതിലും സവിശേഷതകൾ ഏറെയുണ്ട്. കണി കണ്ടാണ് കൈരളിയുടെ കാർഷികോത്സവമായ വിഷുദിനം ആരംഭിക്കുന്നത്. നന്മയുടെ പൊൻകണി ദർശനം വരും വർഷം ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ കണിയൊരുക്കത്തിന് അത്രമേൽ പ്രാധാന്യമാണ് മലയാളികൾ കൽപ്പിച്ചു പോരുന്നത്. കാലം എത്ര കണ്ട് മാറി ചിന്തിച്ചാലും ഇത്തരം ഗൃഹാതുരമായ ആഘോഷങ്ങളിൽ സാംസ്കാരിക തനിമ നിലനിർത്താൻ മലയാളക്കര പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളാണ് പൊതുവെ വിഷുക്കണി ഒരുക്കുവാനും അത് കുടുംബാംഗങ്ങളെ കാണിക്കുവാനും മുൻകൈയെടുക്കാറ്. ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് ഉരുളിയിൽ നെല്ലും ഉണക്കലരിയുമിട്ട് കൃഷ്ണന്റെ അരിഞ്ഞാണമായി കണക്കാക്കുന്ന കണിക്കൊന്നയും വെക്കും. തുടർന്ന് മഹാവിഷ്ണുവിന്റെ മുഖമായി സങ്കല്പിക്കുന്ന സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരിയും കണ്ണന്റെ ഇഷ്ടനിവേദ്യമായ കദളിപ്പഴവും അതല്ലെങ്കിൽ ചെറുപഴവും, ഗണപതിക്ക് ചക്കയും സുബ്രഹ്മണ്യന് മാങ്ങയും വെക്കും. കൂടാതെ തേങ്ങയും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും
നവധാന്യങ്ങളും ഗ്രന്ഥവും വെറ്റിലയും അടക്കയും കൈനീട്ടം കൊടുക്കാനായി നാണയങ്ങളും സ്വർണവുമെല്ലാം കണിത്താലത്തെ സമൃദ്ധമാക്കും. കണി കാണാനായി കണ്ണിൽ വെള്ളം തൊടുന്നതിനായി കിണ്ടിയിൽ വെള്ളം നിറച്ചും വെക്കും. ഇങ്ങനെയെല്ലാം ഒരുക്കുന്ന കണി കാണാൻ 5 തിരിയിട്ട് നിലവിളക്കും സജ്ജമാക്കുകയാണ് പതിവ്. പുലർച്ചെയിലെ കണി കാണലിന് ശേഷം കുടുംബനാഥൻ എല്ലാവർക്കും വിഷു കൈനീട്ടം നൽകും. പിന്നെ വിഷു സദ്യയും വിഷുക്കട്ടയൊരുക്കലുമായി വിഷു ആഘോഷം കെങ്കേമമാക്കും. ദേശവും സാധനങ്ങളുടെ ലഭ്യതയും അനുസരിച്ച് ഈ ഒരുക്കങ്ങൾ വ്യത്യാസപ്പെടാമെങ്കിലും കണിയൊരുക്കത്തിലും കാണലിലും വിട്ടുവീഴ്ചയില്ലാത്തവരാണ് എക്കാലവും മലയാളികൾ. ഏവർക്കും വിഷു ആശംസകൾ. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലുക്കാസിന്റെ ആത്മകഥ ഗോൾഡ് തൃശൂരിൽ പ്രകാശനം ചെയ്തു. പുഴയ്ക്കൽ ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ജോസ് ആലുക്കാസിനെ ആദരിച്ചു. ജോസ് ആലുക്കാസ് ബ്രാൻഡ് അംബാസഡറും നടനും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനുമായ R മാധവൻ ജോസ് ആലുക്കാസിന്റെ ജീവചരിത്രം സംബന്ധിച്ച ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ചു. MLA മാരായ P ബാലചന്ദ്രൻ, AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, സനീഷ് കുമാർ ജോസഫ്, VK ശ്രീകണ്ഠൻ MP, മുൻ മന്ത്രി KP രാജേന്ദ്രൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ശ്രീരാമകൃഷ്ണ മഠം സ്വാമി സദ്ഭവാനന്ദ, സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ, കല്യാൺ സിൽക്ക് സാരഥി TS പട്ടാഭിരാമൻ, പോൾ തോമസ്, മുൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. Today, most will say it's a privilege to come here and inaugurate this. മനോഹരമായ പൃഥ്വിഹരി, മാനേജിംഗ് ഡയറക്ടർ ഈ ബീഡ്സ് ഇന്ത്യ, പുസ്തക പ്രകാശന ചടങ്ങിനുള്ള സ്വാഗതം. ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് എന്നും കരുണാകരൻ്റേത്. അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം സ്നേഹത്തോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ K രാജേന്ദ്രനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വായനയാണ് ലഹരിയെന്ന് പ്രവൃത്തിയിലൂടെ പറഞ്ഞതെന്ന് 1ാം ക്ലാസ് വിദ്യാർത്ഥി. 150 പുസ്തകങ്ങളുടെ വായനാക്കുറിപ്പ് തയ്യാറാക്കി ധ്രുവ് കിഷോർ വിദ്യാലയത്തിലെ വായനാമൂലയുടെ നേട്ടം പുസ്തകമായി പ്രകാശനം ചെയ്തു. കൊടുങ്ങല്ലൂർ GLPS GHSലെ 1ാം ക്ലാസ് വിദ്യാർത്ഥി ധ്രുവ് കിഷോറിന്റെ വായനാക്കുറിപ്പുകളാണ് ക്ലാസ് ടീച്ചർ KS അശ്വതിയുടെ നേതൃത്വത്തിൽ രസക്കുടുക്ക എന്ന പേരിൽ പുസ്തകമാക്കിയത്. ഞാൻ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ആദ്യം എനിക്ക് അമ്മയാണ് വായിച്ചു തന്നത്. ഇപ്പോൾ ഞാൻ വായിച്ചു തുടങ്ങി. അതുപോലെ ഞാൻ കുറെ കുറിപ്പുകൾ എഴുതാൻ തുടങ്ങി. എൻ്റെ ടീച്ചറും അമ്മയും എല്ലാവരും എന്നെ സഹായിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയത്. എൻ്റെ ക്ലാസ്സിലെ 28 കുട്ടികളാണുള്ളത്. 28 കുട്ടികളെയും വായനക്കാരാക്കുക എന്നതായിരുന്നു എൻ്റെ തുടക്കത്തിലെ ലക്ഷ്യം. എങ്കിലും എനിക്ക് 20 പേരെ നല്ല പോലെ സ്വതന്ത്ര വായനക്കാരും എഴുത്തുകാരും ആക്കാനായിട്ട് സാധിച്ചു. ഭയങ്കര ആർത്തി പോലെയാണ്. നമുക്ക് ചോക്ലേറ്റും പിന്നെ മറ്റു മധുര പലഹാരങ്ങളൊക്കെ കാണുമ്പോഴുള്ള ഒരു ഇഷ്ടം പോലെയാണ് ധ്രുവിന് പുസ്തകങ്ങളോട്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 150-ലധികം പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. 1ാം ക്ലാസ് അധ്യാപകരുടെ കൂട്ടായ്മയായ ഒന്നഴകിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഗമം മികവഴവിൽ ധ്രുവ് കിഷോറിന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. നേമം GUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേരള പാഠാവലി പാഠപുസ്തക രചനയിലെ കോർ കമ്മിറ്റി അംഗമായ ശശീന്ദ്രൻ ഡോക്ടർ TP കലാധരന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. ക്ലാസ് മുറിയിൽ ഒരുക്കിയ വായനാമൂലയിൽ നിന്ന് സ്വന്തമായി തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ വായിച്ച് അശ്വതി ടീച്ചറുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വായനാക്കുറിപ്പ് തയ്യാറാക്കുന്നുണ്ട്. വായനയുടെ ലോകത്തേക്ക് ഇന്ന് എത്തുന്ന കുട്ടികൾ വളരെ അപൂർവമാണ് എന്ന് നമുക്കറിയാം. മറ്റ് കാര്യങ്ങളിലേക്ക് ഭ്രമിച്ചു പോകാതെ, പ്രത്യേകിച്ച് ലഹരി പോലെയുള്ള വസ്തുക്കളിലേക്ക് പോകാതെ വായനയുടെ ലഹരിയിലേക്ക് എത്തിയിരിക്കുന്ന ഈ കൊച്ചുകുഞ്ഞ് എല്ലാ കുട്ടികൾക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വേനലവധി കാലത്തും എല്ലാ കുട്ടികളും 10 പുസ്തകങ്ങൾ വീതം വീട്ടിലേക്ക് കൊണ്ടുപോയി വായിച്ച് കുറിപ്പ് തയ്യാറാക്കി അമ്മമാർ മുഖേന കുട്ടികൾ ടീച്ചർക്ക് എത്തിക്കുന്നുണ്ട്. കുട്ടികളുമായി ചങ്ങാത്തം കൂടുന്ന ക്ലാസ് മുറിയാണ് അശ്വതി ടീച്ചർ ഒരുക്കിയിട്ടുള്ളത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.
ഗുരുവായൂർ ദേവസ്വത്തിൽ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനങ്ങളിൽ തുടർന്നു പോരുന്ന സംവരണം അതേപടി നിലനിർത്തണമെന്ന് PKS ജില്ലാ കമ്മിറ്റി നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിനകത്തെ ഉത്സവാഘോഷ ചടങ്ങുകളിൽ മേള കലാകാരന്മാരെ ജാതി അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനെതിരെ നേരത്തെ PKS നിവേദനം സമർപ്പിച്ചിരുന്നു. തന്ത്രിമാരുടെ പിടിവാശിയാണ് ഇത്തരം വിവേചനങ്ങളുടെ നിലനിൽപ്പിന് ആധാരം. എന്നാൽ സെക്യൂരിറ്റി ഗാർഡ് അടക്കമുള്ള താൽക്കാലിക നിയമനങ്ങളിൽ സംവരണം പാലിക്കണമെന്ന PKSന്റെ ആവശ്യം കൂടി പരിഗണിച്ച് വേണ്ടതിനേക്കാൾ അധികം സംവരണം വിഭാഗത്തിലുള്ളവരെ നിയമിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. തുടർന്നും നടക്കാൻ പോകുന്ന താൽക്കാലിക നിയമനങ്ങളിൽ 12% സംവരണം പാലിച്ചുകൊണ്ട് SC വിഭാഗത്തിന്റെ പ്രാതിനിധ്യം ദേവസ്വം ബോർഡ് ഉറപ്പാക്കണമെന്ന് PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ BK ജയന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. KA ഉണ്ണികൃഷ്ണൻ, CK അശോകൻ, PS അശോകൻ, ശശി ആഴ്ചത്ത് എന്നിവർ നിവേദക സംഘത്തിലുണ്ടായിരുന്നു. പള്ളിപ്പുറം വാഴക്കോൾ പടവിലെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. 16 ഏക്കറിൽ ആയിരക്കണക്കിന് തണ്ണിമത്തനുകളാണ് വിളഞ്ഞു നിൽക്കുന്നത്. പള്ളിപ്പുറം ആലപ്പാട് കോൾ ഫാമിംഗ് സൊസൈറ്റി വാഴക്കോൾ പടവിൽ 3ാം തവണയാണ് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. ഹൈബ്രിഡ് മുക്കാസ ഇനത്തിലുള്ളവയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വിത്തൊന്നിന് ₹1.60 നിരക്കിൽ വാങ്ങി പാകി മുളപ്പിച്ച 50,000-ലേറെ തണ്ണിമത്തൻ ചെടികളാണ് കൃഷിയിടത്തുള്ളത്. വിത്ത് മുളച്ചതിനു ശേഷം 60-70 ദിവസത്തിനുള്ളിലാണ് വിളവെടുപ്പ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം 5.5 ഏക്കറിൽ നടത്തിയ കൃഷിയിൽ 130 ടൺ തണ്ണിമത്തനാണ് ലഭിച്ചത്. ഇത്തവണ 300 ടൺ തണ്ണിമത്തൻ ലഭിക്കുന്നതിലൂടെ നല്ലൊരു ലാഭം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും സൊസൈറ്റി ഭാരവാഹികളും. നമുക്ക് ഒരു ഏക്കറിൽ ഒരു 25 ടണ്ണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ ലാഭകരമായിട്ട് നമുക്ക് ഈ കൃഷിനെ കൊണ്ടുപോകാൻ കഴിയും. അതിനനുസരിച്ച് ചിലവുണ്ട്. നമുക്ക് നല്ല ചിലവ് വരുന്നുണ്ട്. സാധാരണ മറ്റുള്ള കൃഷിയെക്കാളിലൊക്കെ അപേക്ഷിച്ച് കുറേയും കൂടി സംഖ്യ ഏകദേശം ഒരു 1 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപയൊക്കെ ഒരു ഏക്കറിന് ചെലവ് വരും. കൂലിക്ക് പണിക്കാശടക്കം നല്ലൊരു ചെലവ് വരുന്നുണ്ട്. തണ്ണിമത്തൻ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. റവന്യൂ മന്ത്രി K രാജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് CL റപ്പായി അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തണ്ണിമത്തൻ കൃഷിക്ക് വിവിധ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയ KR ഗംഗാധരൻ, മികച്ച നെൽകർഷകൻ MD സന്തോഷ്, മികച്ച നെൽകർഷക വിലാസിനി സുരേന്ദ്രൻ, തണ്ണിമത്തൻ കൃഷിയിടത്തിലെ സ്ഥിരം തൊഴിലാളി സഫാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. TCV തൃശൂർ. മദ്യലഹരിയിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവിനെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റിച്ചിറ പള്ളം മോഡേൺ പ്ലാക്കൽ റെന്റിലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ വെച്ച് ഇയാളുടെ പിതാവ് മോഹനനെ അടിക്കുകയും മൊബൈൽ ഫോൺ കൊണ്ട് തലക്കടിക്കുകയും അമ്മ തങ്കമണിയെ മിക്സി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന പരാതിയിലാണ് അറസ്റ്റ്. ബസ് സ്റ്റോപ്പിലിരുന്ന് പുകവലിക്കുന്നത് ചോദ്യം ചെയ്ത വയോധികനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി. ചുവൂർ സ്വദേശി ചെരുവിൽ വീട്ടിൽ സാജനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ C രമേശ്, സബ് ഇൻസ്പെക്ടർ MS ഷാജു, സിവിൽ പോലീസ് ഓഫീസർ പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,770 രൂപ, പവന് 70,160 രൂപ, വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,238 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ഫേസ്ബുക്ക് വഴി വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിക്കുന്ന സംഘങ്ങളിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും രക്ഷയില്ല. തൃശൂർ ക്രൈംബ്രാഞ്ച് DYSP M സുരേന്ദ്രന്റെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി പണം തട്ടാൻ ശ്രമിച്ചത് 5 തവണ. ഇയാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തി തുറന്ന അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 32 പവൻ സ്വർണം കവർന്നു. വസ്ത്രങ്ങൾ വാരിവലിച്ചിട്ട നിലയിൽ. കാട്ടകാമ്പാലിൽ ചുഴലിക്കാറ്റിലും മഴയിലും വൻ നാശം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. 15ഓളം വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ തിരുകർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും ഉണ്ടായി. നാളെ വിഷു. വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം നാളെ പുലർച്ചെ 2:45.
വലിയ ടോൾ പ്ലാസയിൽ ലോറി ഉടമകളുടെ പ്രതിഷേധം. ടോൾ ബൂത്ത് തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. ടോൾ പ്ലാസയിൽ കാർ നിർത്തിയിട്ട് സംഘർഷമുണ്ടാക്കിയവർക്കെതിരെ കേസെടുത്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.